മൂന്നാർ ടൗണിൽ ഇരു ദിശകളിലേക്കുമുള്ള ഗതാഗതം സുഗമമാക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഉയരം കുറഞ്ഞ സിമന്റ് ഡിവൈഡറുകൾ ചില ഭാഗങ്ങളിൽ അപകടക്കെണിയായി മാറുന്നു. വളവോടുകൂടിയ ഭാഗത്ത് ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിക്കുന്നതാണ് ആക്ഷേപത്തിന് ഇടവരുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് റിഫ്ലക്ടറോട് കൂടിയ സൈൻ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. തിരക്കേറെയുള്ള ടൗണാണ് മൂന്നാർ. വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ടൗണിൽ വന്നു പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ടൗണിൽ ഇരു ദിശകളിലേക്കുമുള്ള ഗതാഗതം സുഗമമാക്കുവാൻ സ്ഥാപിച്ചിട്ടുള്ള ഉയരം കുറഞ്ഞ സിമന്റ് ഡിവൈഡറുകൾ ചില ഭാഗങ്ങളിൽ അപകടക്കെണിയായി മാറുന്നുവെന്നാണ് പരാതി ഉയരുന്നത്. വളവോടുകൂടിയ ഭാഗത്ത് ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിക്കുന്നതാണ് ആക്ഷേപത്തിന് ഇടവരുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് റിഫ്ലക്ടറോടുകൂടിയ സൈൻ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. டிசம்பர் மாதம் நல்ல ஒரு திறக்கக்கூடிய இந்த நேரத்தில் முன்னாள் இருக்கக்கூடிய டிவைடர்கள் வர டூரிஸ்ட் வண்டிகளுக்கு தெரியறதில்லை. முன்னாடி ஒரு வண்டி ஓவர்டேக் பண்ணி வந்தாலும் அந்த டிவைடரில் இடித்து எத்தனையோ அபகடங்கள் முன்னாள் நடந்துகிட்ருக்கு, எத்தனையோ விபத்துகள் நடந்துகிட்ருக்கு. இந்த சந்தர்ப்பத்தில் பஞ்சாயத்தோ இல்லை இதுக்கு பந்தப்பட்ட ரோடு அதிகாரிகளோ ஒரு ரிஃப்ளெக்டர் போர்டு வர்ற வாகனங்களுக்கு டிவைடருக்கு தெரியாமல் ஓவர்டேக் பண்ணி வர வண்டிகள் பலதும் இடிச்சிருது. அப்போ அது தெரிகிற மாதிரி இடப்பட்டு அதுக்கு ஒரு ரிஃப்ளெக்டர் போர்டு வச்சு ആപത്തെ കുറേ വിപത്തുകളെ തടയാൻ വേണ്ടി കേട്ടിട്ടുണ്ട്. വിനോദസഞ്ചാര വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. വളവ് തിരിയുന്ന ഭാഗത്ത് ഉയരം കുറച്ച് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡർ വാഹനമോടിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ് പലപ്പോഴും അപകടത്തിന് ഇടവരുത്തുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും. അപകടം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.